തോട്ടമായിട്ട് ഉപയോഗിക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാ കിട്ടും. ഇത് ഞാൻ ചാക്ക് കണക്കിനാണ് ഇതിൽ നിന്ന് കായ് പറിക്കുന്നത്. ഇത് അർക്കാക്കിരൺ എന്ന് പറയുന്ന പേരയാണ്. പിന്നെ ഇതിൻ്റെ കായും പിങ്ക് കളറാണ്. നല്ല മധുരമുള്ള കായാണ്. ഇത് നിപ്പിൾ അഭിയമാണ്. ഒരു ചെറിയ നിപ്പിൾ ഷേപ്പ് ഉള്ള അഭിയമാണ്. ഇത് നിറയെ പിടിക്കുന്നതാണ്. മാമ്പഴം ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് മാവുകളുടെ തന്നെ രാജാവായ നാംഡോക് മൈയും മറ്റ് വെറൈറ്റി മാവുകളുമാണ്. ഇതാണ് ഡയമണ്ട് പേര. ഇത് കൽക്കട്ടയുടെ ഒരു പുതിയ ഉൽപ്പന്നമാണ്. ഈ സാധനം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തല്ല ഇതിനെ എടുക്കണത്. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ലെയർ ചെയ്യാതെ അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന, അതായത് നാടൻ തൈ വച്ച് പിടിപ്പിച്ചിട്ട് അത് ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇതിൽ കീറി വച്ച് കെട്ടുന്ന ഒരു രീതിയുണ്ട്. അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് ഈ ഡയമണ്ട് പേര കൂടുതൽ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ നഴ്സറിക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് മദർ പ്ലാന്റ് ആയിട്ടാണ് വച്ചേക്കുന്നത്. ഈ ഡയമണ്ട് പേര നമ്മൾ കായ്ക്ക് വേണ്ടിയല്ല ഇവിടെ വച്ചേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നഴ്സറിക്ക് ആവശ്യമായ തൈ ഉൽപ്പാദിപ്പിക്കാനുള്ള മദർ പ്ലാന്റ് ആയിട്ടാണ് വച്ചേക്കുന്നത്. എങ്കിലും ഇതിൽ ഒരുപാട് കാ നമുക്ക് കിട്ടുന്നുണ്ട്. വിൽക്കുന്നൊന്നുമില്ല. എല്ലാം നമ്മൾ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് ഭക്ഷിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കണത്. അത്ര ഒരു ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വിൽപ്പനയ്ക്ക് കായ് വിൽക്കാനായിട്ടല്ല. അങ്ങനെ തോട്ടമായിട്ട് ഉപയോഗിക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാ കിട്ടും. ഇത് ഞാൻ ചാക്ക് കണക്കിനാണ് ഇതിൽ നിന്ന് കായ് പറിച്ച് നമ്മൾ പിന്നെ വിൽക്കാത്തത് കൊണ്ട് കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. അതൊക്കെയാണ് ചെയ്യണത്. ഇത് പിന്നെ നമ്മൾ തൈക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിലെല്ലാം അപ്രോച്ച് ഗ്രാഫ്റ്റാണ് ചെയ്ത് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ഇപ്പം പേരക്കയുടെ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ പറിച്ച് തീർന്നതാണ്. എങ്കിലും അവിടെ ഇവിടെ നിൽക്കുന്നത് എന്ന് ഒരെണ്ണം കിട്ടിയതാണ്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ സവർജില്ലിക്ക തിന്നുന്ന അത്രയും സോഫ്റ്റാണ്. ചുവപ്പ് നിറമാണ്. സീഡ് വളരെ കുറവാണ്. സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത് പേരകളിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല പേരയ്ക്ക കിട്ടുന്നത് ഡയമണ്ടിൽ തന്നെയാണ്. ഇത് മുറിച്ച് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. നല്ല ചുവപ്പ് നിറമായിരിക്കും. നല്ല വലിപ്പവും വയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 200-250 ഗ്രാമിൽ കൂടുതൽ വലിപ്പം വയ്ക്കുന്ന പേരയ്ക്ക ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ ആവറേജ് സൈസിൽ അതും കിട്ടുന്നുണ്ട്. എല്ലാം ഒരേ കണക്ക് കിട്ടണമെന്നില്ല. എന്നാൽ വലുതാവുന്നുണ്ട്. വലുതാവാത്തതുമല്ല. നല്ല വലുപ്പം വയ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നഴ്സറി വന്നിട്ട് ചോദിക്കുന്നത് പേര വളരെ ചെറുതിലേക്ക് അയക്കൂ എന്നാണ്. ഉറപ്പായിട്ടും ഇത് ചെറുതിലേക്ക് അയക്കും. ഓരോ ഇല തളിര് വരുമ്പോഴും അതിൽ കായുണ്ടാവും. ഉറപ്പാണത്. നിറയെ കായ്ക്കുകയും ചെയ്യും. അതിൽ ഒരു കുറവും വരില്ല. നിറയെ കായ്ക്കും. ഇതിലെല്ലാം കായുണ്ട്. നോക്കിയാൽ കാണാം. ഉണ്ടല്ലേ? ഇതെല്ലാം ഈ മൊട്ടാണ്. ഇതേണക്ക് തളർത്ത് വരുന്നതിലെല്ലാം കാണാമോ? ഈ വരുന്നതെല്ലാം ഈ ഇലയുടെ തുമ്പിൽ ഇതെല്ലാം മൊട്ടാണ്. നിറയെ കായ്ക്കും. അതിൽ പിന്നെ ഒരു സംശയമില്ല. ചെറുതിൽ തന്നെ കായ്ക്കും. അതിന് വലുതാവണമെന്നൊന്നുമില്ല. പൊടിച്ചു വരുമ്പോഴേ കായാണ്. പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാ അടർത്തി കളയാറുണ്ട്. അത് വളരെ ചെറുതില്ല. ഇപ്പോഴും പിന്നെ അങ്ങനത്തെ പരിപാടിയിൽ ഇത് വലുതായി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം കാ കിട്ടുന്നതിനെ നമ്മൾ നിർത്തി എടുക്കുന്നുണ്ട്. ഇത് അർക്കാക്കിരൺ എന്ന് പറയുന്ന പേരയാണ്. ഇത് മദർ പ്ലാന്റിന് വേണ്ടി നട്ടേക്കുന്നതാണ്. ഇതിൽ വളരെ ചെറുതിലെ തന്നെ കായുണ്ട്. അതിനൊക്കെ VNR ഉണ്ട്, തായ് പിങ്ക് ഉണ്ട്, വേരിയൻ്റ് പേര എന്ന് പറഞ്ഞ ഇലയിൽ വെള്ള കളറുള്ള വേരിയൻ്റ് പേരയുണ്ട്, പിങ്ക് പേരയുണ്ട്. അതെല്ലാം ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ മദർ പ്ലാന്റിന് വെച്ചേക്കണം. ഇതിൻ്റെ തൈകളെല്ലാം നമ്മുടെ നഴ്സറികളിൽ കിട്ടുന്നുണ്ട്. എൻ്റെ നഴ്സറിയിൽ ഇത് കിട്ടുന്നുണ്ട്. ഇത് നമ്മളതിൻ്റെ തൈ എടുക്കാനായിട്ട് മദർ പ്ലാന്റായിട്ട് വെച്ചേക്കുന്ന സാധനമാണ്. ഇതാണ് പിങ്ക് പേര എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഇലയ്ക്കും പിങ്ക് കളറാണ്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ചെടി നിൽക്കുന്ന ആ രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ചെടി പോലെ നടാം. പിന്നെ ഇതിൻ്റെ കായും പിങ്ക് കളറാണ്. നല്ല മധുരമുള്ള കായാണ്. ഇത് വളരെ ചെറുതിലെ തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിപ്പം വളരെ ചെറിയ ചെടിയാണ്. അതിൽ പോലും കായുണ്ട്. പലതിലും പൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് പിങ്ക് പേര. ഇതാണ് വേരിയൻ്റ് പേര. ശരിക്കും പറഞ്ഞാൽ ചെടി കണക്ക്, ചെടിപ്പേര, ചെടി പോലെ നിൽക്കും. ഇത് നിറയെ പൂവുണ്ട്. അടിയുന്നേ പൂവുണ്ട്. കണ്ടോ? തളർത്ത് വരുന്നതിലെല്ലാം പൂ വരുന്നുണ്ട്. അത് നല്ല ഒരു വെറൈറ്റി. ചെടിയായിട്ടും ഉപയോഗിക്കാം, പേരയായിട്ട്. കായും കിട്ടും, ചെടിയും കിട്ടും. രണ്ടുമായിട്ട് ഉപയോഗിക്കാം. ചെടി പോലെ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ പേരയാണെന്നൊന്നും ആരും കണ്ടാൽ വിശ്വസിക്കുമല്ലോ ഇത് പേരയാണെന്ന് പറഞ്ഞാൽ തന്നെ. ഇത് വേരിയൻ്റ് പേര എന്നാണ് പറയുന്നത്. 2 കളറുള്ള പേര. നാരകൻ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. സാധാരണ കടയിൽ കിട്ടുന്ന ചെറുനാരകം. അതിൽ ഒന്നിൽ അരിയില്ലാത്ത സീഡ്ലെസ് ആയിട്ടുള്ള നാരകമുണ്ട്, സീഡുള്ള നാരകമുണ്ട്. അതാണ് നമുക്ക് 2 വെറൈറ്റി ആയിട്ടുള്ള നാരകം എന്ന് പറയുന്നത്. അത് ഈ 2 ടൈപ്പാണ്. ഇതാണ് നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ചെറുനാരകമാണ്. ഇത് സീഡ് ഉള്ളതാണ്.
ഇത് ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളും നമ്മുടെ നഴ്സറിയിൽ തന്നെ ലഭ്യമാണ്. ഇതാണ് സീഡ്ലെസ് ആയിട്ടുള്ള അരിയില്ലാത്ത നാരങ്ങ. ചെറുനാരങ്ങ തന്നെയാണ്. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, സീഡില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഒരേപോലെ കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നാരകം തന്നെയാണ്. ഇത് ഉമ്മർ ജാമ്പ എന്ന് പറയുന്ന ജാമ്പയാണ്. ഇത് കാച്ചി കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറ്, നല്ല നീളമുള്ള കായും മുഴുത്ത കായും ഒക്കെയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമാണ്, പുളിപ്പൊന്നുമല്ല. ഇത് ഞാൻ കഴിച്ചിട്ടുള്ള അനുഭവം എനിക്കുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ശീമപ്ലാവ് എന്ന് പറയും, കടപ്ലാവ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ മദർ പ്ലാന്റിന് വേണ്ടി വച്ചേക്കുന്ന സാധനമാണ്. ഇതിൻ്റെ തൈകളെല്ലാം ലഭ്യമാണ്. എല്ലാ തൈകളും ഇവിടെ കിട്ടും. അതിൻ്റെ മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം. ഇത് അബിയു എന്ന് പറയുന്ന ചെടിയാണ്. അബിയുവിനെ പറ്റി ആ കായും എല്ലാം കൂടെ കാണിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് അബിയു ഫ്രൂട്ടാണ്. അബിയുവിൻ്റെ മരത്തിൽ ഇപ്പോൾ ഇത് ഫസ്റ്റിൽ പിടിച്ചതാണ്. ഒരുപാട് കൊഴിഞ്ഞൊക്കെ പോയി. അടുത്തതിന് നന്നായിട്ട് പിടിക്കും. ഇത് നിപ്പിൾ അബിയുമാണ്. ഒരു ചെറിയ നിപ്പിൾ ഷേപ്പ് ഉള്ള അബിയുമാണ്. ഇത് നിറയെ പിടിക്കുന്നതാണ്. അതിൻ്റെ വേറെ വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ജെയിൻ്റ് അബിയു ഉണ്ട്. ഒരുമാതിരി ഗോളാകൃതിയിലുള്ള ക്രിക്കറ്റ് ബോൾ പോലെയുള്ള ഇതുണ്ട്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷേ ഇത് വിൽക്കുമ്പോഴേ ഇത് വെറൈറ്റി വേർതിരിച്ചല്ല കൊടുക്കണം. എല്ലാം അബിയു എന്നുള്ള ഒറ്റ പേരിൽ ആണ് വിൽക്കുന്നത്. ഇത് കരിക്കിൻ്റെ ടേസ്റ്റാണ്. മധുരം വളരെ കുറവാണ്, വലിയ മധുരമല്ല, എന്നാൽ കരിക്കിൻ്റെ ടേസ്റ്റ്. ഇത് ജ്യൂസ് അടിക്കാൻ വലിയ ടേസ്റ്റി ആയിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്നൊരു ഇതാണ്, ഫ്രൂട്ടാണ്. അബിയു ഓപ്പൺ ഏരിയയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു വൃക്ഷമല്ല. കാര്യം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ മാറി വരുന്ന ചൂട് അധികമായി വരുന്ന ഒരു പ്രദേശത്ത് ഇതിൻ്റെ ഇല കരിയുന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോഴേ ചെറിയ ഷെയ്ഡിൽ ആയിരിക്കും. മംഗോസ്റ്റിനും ഇവിടെ ഉണ്ട്. മംഗോസ്റ്റിനും ഇതുപോലെ ഷെയ്ഡിൽ വളരുന്ന ഒരു ചെടിയാണ്. വലിയ ഓപ്പൺ ഏരിയയിൽ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോഴേ ഷെയ്ഡിലാണെങ്കിൽ ഒരുപാട് കായ്ക്കുകയും ചെയ്യും, നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. ഇത് ജെയിൻ്റ് അബിയു ആണ്. ഇത് വലിയ കായ്ക്കുന്നതാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് ഒരു 1.5 വർഷം അത്രേ ആവുള്ളൂ. ഇത് അടുത്ത ഇതിന് സീസണിൽ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലേതും ഇവിടെ കായ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ജെയിൻ്റ് അബിയു ആണ്. നിപ്പിൾ അബിയു പോലെ ഒരുപാട് ജെയിൻ്റ് അബിയുവിൽ കായ്ക്കില്ല. ജെയിൻ്റ് അബിയുവിൻ്റെ കായ്ക്ക് വലിപ്പം കൂടുതലായതുകൊണ്ടായിരിക്കാം വളരെ കുറച്ച് കായേ ഇതിൽ പിടിക്കാറുള്ളൂ. നിപ്പിൾ അബിയു ആണെങ്കിൽ ഒരു ഓർണമെൻ്റൽ പോലെ നമുക്കൊരു ചെടി പോലെയൊക്കെ നട്ടുപിടിപ്പിച്ച് നിറയെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ കൗതുകമായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. നമുക്ക് ഫ്രൂട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, കാഴ്ചയ്ക്കും നല്ലതാണ്. ജെയിൻറ്റിൽ കായ്പിടുത്തം വളരെ കുറവാണ്. മാമ്പഴം ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് മാവുകളുടെ തന്നെ രാജാവായ നാംഡോക് മൈയും മറ്റ് വെറൈറ്റി മാവുകളുമാണ്. ഇത് വന്നിട്ട് നാംഡോക് മൈ എന്ന് പറയുന്ന മാവാണ്. ഇത് ആക്ച്വലി തായ്ലൻഡ് വെറൈറ്റി ആണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഓൾ സീസൺ ആണ്. ഇതിന്റെ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചെറുതിലെ തന്നെ കായ്ക്കും. ഇപ്പൊ ഈ സ്ഥലപരിമിതികളൊക്കെ ഉള്ളവർക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഒക്കെ തന്നെ ഇതിനെ നട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇതിന്റെ വേരിയന്റ് കണ്ടുവരുന്നത് പർപ്പിളിലും ഗ്രീനിലും ഗോൾഡനിലും ആണ്. ഇത് തന്നെ നാംഡോക് മൈയുടെ ബാക്കി തൈകളാണ്. ഇതിപ്പോ പൂത്ത് നിൽക്കുകയാണ്. ചെറുതിലെ തന്നെ പൂക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഇതിനുണ്ട്. പിന്നെ ഇങ്ങോട്ട് നിൽക്കുന്നതും നാംഡോക് മൈയുടെ തന്നെ തൈകളാണ്, ഗോൾഡന്റെ തൈകളാണ്. ഇത് വന്നിട്ട് കോട്ടുകോണം മാവാണ്. ഇതിനെ വരിക്കമാവെന്നും ഇവിടെ പറയാറുണ്ട്. ഇതും 3 വർഷത്തിലൊക്കെ ആവുമ്പത്തേനും കായ്ക്കാറുണ്ട്, പെട്ടെന്ന് കായ കിട്ടുന്നതാണ്. ഇത് കളപ്പാടി എന്ന് പറയുന്ന മാവാണ്. ഇതിന്റെ മാങ്ങയും നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ നാംഡോക് മൈക്ക് ശേഷം കളപ്പാടിയാണ് ആ ഗ്രേഡിങ്ങിൽ വരുന്നത്. ഇത് കൊളമ്പ് എന്ന് പറയുന്ന മാവാണ്. കൊളമ്പി എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു ശ്രീലങ്കൻ വെറൈറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മാങ്ങ പഴുത്തു കഴിഞ്ഞാലും അല്ലാതെ ഇപ്പൊ നോർമലി കാണുന്നത് പോലെ തന്നെ പച്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ പുഴു അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, കിളികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇത് കട്ടിമൽ എന്ന് പറയുന്ന മാവാണ്. ഇത് ഓൾ സീസൺ ആണ്. എല്ലാ സീസണിലും ഇത് പൂക്കാറുണ്ട്. ഇതിപ്പോ പൂത്ത് നിൽക്കുന്ന ടൈമാണ്. ഇതിന്റെ തൈകളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇത് മല്ലിക എന്ന് പറയുന്ന മാവാണ്. ഇതിന്റെ തൈകളും ഇവിടെ ലഭ്യമാണ്.
നമ്മൾ ബഡ് ചെയ്യാനായിട്ട് നാടൻ മാങ്ങേണ്ടി ഇട്ട് കുരിപ്പിച്ചെടുത്ത തൈകളാണ്. ഇതിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ ബഡ് ചെയ്ത് എടുക്കും. അത് ഇവിടെ ഒരുപാട് മദർ പ്ലാന്റ് നമുക്കുണ്ട്. ചോസയുണ്ട്, നാംഡോക്കുമയ്യുണ്ട്, കളപ്പാടിയുണ്ട്, കൊളമ്പുണ്ട്, സൂപ്പർ ക്യൂണുണ്ട്, മിയാസാക്കിയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി മദർ പ്ലാന്റ് നമുക്കുണ്ട്. നമ്മൾ ഇതിൽ ബഡ് ചെയ്ത് വച്ചിട്ടുമുണ്ട്. ഇതാ ഈ ഭാഗത്തൊക്കെ നമ്മൾ ബഡ് ചെയ്ത് വച്ചേക്കുന്നതാണ്. കുറച്ച് തൈ പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ ചൂടായതുകൊണ്ട് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ ചൂടത്ത് ഇതിൻ്റെ പിടുത്തം വളരെ കുറവാണ്. ബഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കുറഞ്ഞു വരുന്നത് കൊണ്ട് ഈ ചൂടിലൊന്ന് നിർത്തി വെച്ചേക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ബഡ് ചെയ്യും. വേറെ സൈറ്റുകളിൽ നമ്മൾ ബഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൈകൾ ഒരുപാട് എല്ലാ വെറൈറ്റിയും, ഒട്ടുമിക്ക വെറൈറ്റികളും മാവിൻ്റെ വെറൈറ്റിയും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളുടെ തൈ ഈ എൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ്. അത് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് താഴെ നമ്പർ കൊടുത്തിരിക്കും. ഹരിതഗിരി എന്നാണ് എൻ്റെ നഴ്സറിയുടെ പേര്. നെയ്യാറ്റിൻകര ഓലത്താന്നി ഇരുവൈക്കോണം എന്ന പ്രദേശത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്ന സാധനങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വച്ച് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു രീതി ഉണ്ടാക്കി തരുന്നതാണ്.